നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഏദൻ തോട്ടത്തിൽ വസിക്കുന്ന മനുഷ്യൻ്റെ കൂടെ ദൈവത്തിന് പാർക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഏദൻ തോട്ടത്തിന് ചുറ്റും ഉലാത്തിക്കൊണ്ട് നടക്കുകയാണ്. മനുഷ്യൻ അനുവദിക്കാതെ അവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓക്കെ അടിക്കണം, എങ്കിലേ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരണമെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 14:23 കൂടെ വെളിപ്പെടുത്തുന്നു. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ വാക്കുകളെ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും. തന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിങ്ങളെ ദൈവത്തോട് കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ ദൈവത്തിന് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ അഥവാ ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ പാലിക്കണം. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവം വചനം കൊടുത്തു തുടങ്ങി. വചനം പാലിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു തുടങ്ങി. അവരിലൂടെ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റി തുടങ്ങി. അപ്പോഴാണ് അവരെന്ത് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിക്കാൻ തീരുമാനിച്ചത്. എപ്പോഴാണോ അവർ ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ചത്, ആ നിമിഷം മുതൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ലാതായി. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളൊത്തിരി നോമ്പെടുക്കുന്നുണ്ട്, ഞങ്ങളൊത്തിരി ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ 8 നോമ്പെടുക്കുന്നുണ്ട്, എന്നിട്ടും ഞങ്ങൾക്ക് തകർച്ചകൾ മാത്രം. എന്നിട്ടും ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നില്ല. കൊച്ചിൻ്റെ പഠനത്തിൽ എന്തോരം കൊച്ചു പഠിച്ചിട്ടും സംഗതി മാർക്ക് കിട്ടുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ടും നല്ല ജോലി കിട്ടുന്നില്ല. എന്തുമാത്രം സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്, പക്ഷേ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന സംഭവം ഇല്ല. നല്ല അനുസരണത്തിൽ പഠിപ്പിച്ചതാണ്, ഞങ്ങൾക്ക് പറ്റുകയില്ലാഞ്ഞിട്ട് അനുസരിക്കാൻ എങ്ങനെയാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അതിനുള്ള ട്രെയിനിങ് കോഴ്സിന് വരെ വിട്ടതാണ്. തിരിച്ചു വന്നിട്ട് പോലും അവന് മാറ്റമില്ല. ഒരു പട്ടിക്കുഞ്ഞിനെ 5-8 മാസം ട്രെയിനിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രിയമുള്ളവരെ പറയുന്ന പോലെ അനുസരിക്കും. പണ്ടെനിക്കൊരു പട്ടിക്കുഞ്ഞുണ്ടായി. പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്നൊരു പോലീസുകാരൻ ഇവിടെ വന്നു. പോലീസുകാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വർത്തമാനം പറയുക. പക്ഷേ പോലീസുകാരനെ പട്ടി ബഹുമാനിച്ചില്ല. പട്ടി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കുപ്പായത്തെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ അദ്ദേഹം കൊണ്ടുപോയി 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പട്ടിയെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇനി എല്ലാം പറഞ്ഞാലും അനുസരിച്ചോ? എല്ലാം പറഞ്ഞാലും അനുസരിച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ പുള്ളിക്കാരനെ അനുസരിപ്പിച്ച് കാണിച്ചു. പുള്ളി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നടക്കുമെന്നറിയാൻ വേണ്ടി പട്ടി അഴിച്ചു വിട്ടു. പട്ടി അഴിച്ചു വിട്ടിട്ട് പുള്ളി പറഞ്ഞതുപോലെ ഞാനിങ്ങനെ അടിച്ചു. ഉടനെ പട്ടി എൻ്റെ സൈഡിൽ വന്നു. ഞാൻ നടക്കാൻ തുടങ്ങി. എൻ്റെ സൈഡിൽ കൂടെ പട്ടി നടക്കുകയാണ്. ഇവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷക്കാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ പട്ടി വളരെ മര്യാദയ്ക്ക് ഞാൻ നിന്നു. ഉടനെ പട്ടി നിന്നു. ഞാൻ സിറ്റ് ഡൗൺ പറഞ്ഞു, പട്ടി ഇരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അതിനുശേഷം പ്രിയമുള്ള അപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ജംപ്. ഉടനെ പട്ടി വെള്ളത്തിൽ ചാടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് കൈകൊണ്ട് കാണിച്ചു. ഉടനെ പട്ടി വെള്ളത്തിൽ കയറി എൻ്റെ പുറകെ. ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എന്താണ്? ട്രെയിനിങ്ങാണ്. നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി നടത്തുന്ന ട്രെയിനിങ് എന്താണെന്നറിയോ? തമ്പുരാൻ്റെ വചനങ്ങൾ നമുക്ക് നൽകുക മാത്രമല്ല, മാംസം ധരിച്ച വചനവുമായി അവൻ മനുഷ്യനായി വന്നിട്ട് നമുക്ക് മുമ്പേ ഒരു വഴി കാണിച്ചെന്നു. ഞാനാണ് വഴിയും സത്യവും ജീവനും. നീ വചനത്തിലൂടെയാണോ ജീവിച്ചത്? നിൻ്റെ ജീവിതം നോക്ക്. ആണെങ്കിൽ നിൻ്റെ കൂടെ ദൈവമുണ്ട്. നിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് നീ പോകുന്നിടത്ത് അനുഗ്രഹം വരാൻ തുടങ്ങും. നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും.
ദൈവരാജ്യത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ നിന്നുണ്ടാകും. സമാധാനമുണ്ടാകും, രോഗങ്ങൾക്ക് ആശ്വാസം, സൗഖ്യം, അഥവാ ഇനി രോഗങ്ങളുണ്ടായാൽ തന്നെ ഉപരിയായ നന്മയ്ക്കായി മാറ്റും. ഇതാണ് അനുഭവം. ഇപ്പോൾ എന്നാ പറ്റുന്നത്? 100 രൂപ കിട്ടിയാൽ 1000 രൂപയുടെ ചിലവ്, 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 4 ലക്ഷം രൂപ ചിലവ്. നമ്മുടെ അവസ്ഥ ഇതാ. കാരണം എന്താ? ഇത് വ്യക്തമായ ഒരടയാളമാണ്. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയില്ല, നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയില്ല. ഇതിൻ്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. ഇനി കൂടെ പറഞ്ഞ എന്ത് ചെയ്യണം? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവിനെ സ്നേഹിക്കും, ഞങ്ങൾ അവനിൽ വന്ന് വാസമർപ്പിക്കും. ദൈവം ആദാമിൻ്റെയും ഹവ്വായുടെയും കൂടെ ഉണ്ടായിരുന്ന കാലത്ത് അവരെ ആവരണം ചെയ്ത ഒരു ദൈവകൃപ അവരിൽ വ്യാപരിച്ചിരുന്നു, ഒരു വസ്ത്രം. ആ ദൈവിക വസ്ത്രമിട്ട് ആദാം ഹവ്വായെ നോക്കുമ്പോൾ ഒരു പ്രത്യേകത കാര്യം, ഹവ്വായ്ക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ആദാം നോക്കുമ്പം ഈ കുറവൊന്നും കാണുകയില്ല. കാരണം നമ്മുടെ ഹവ്വായല്ലേ കർത്താവ് തന്നത്, എന്നാക്ക കുറവുണ്ടെങ്കിലും നമ്മൾ സഹിക്കുക, അല്ല തന്നെ. എന്തിൻ്റെ ലക്ഷണ? ദൈവം കൂടെയുള്ളതിൻ്റെ ലക്ഷണം. അപ്പോൾ ഹവ്വ നോക്കിയിട്ട് ഈ മുരട്ട് പാർട്ടിയെ ഒരു തരത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? മണ്ണിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് പുള്ളി അതിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. മിക്കവാറും വേർത്ത് കുളിച്ച് നടക്കുന്നു, മണ്ണിനോട് മല്ലടിച്ച് നടക്കുന്നു, മല്ല് സ്വഭാവമാണ്. എന്നാലും ഹവ്വ ഓർക്കും, ദൈവം എനിക്ക് തന്നതല്ലേ, സാരമില്ല, എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ഞാനതങ്ങ് സഹിച്ചേക്കാം. കണ്ടോ? ദൈവം കൂടെയുള്ളപ്പോൾ ആ കൂടെയുള്ളതിൻ്റെ മുദ്രയായ കൃപാവസ്ത്രം ഒരു വ്യക്തിയുടെ മേലുണ്ടായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അയാൾക്ക് തൻ്റെ ചുറ്റുപാടുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിച്ചതിൻ്റെ 2-ാം മാസം മുതൽ നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവമില്ല, നിങ്ങളുടെ കൂടെ ദൈവമില്ല. കാര്യം നിങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. പിടികിട്ടിയോ? നിങ്ങൾക്ക് ലക്ഷണം കാണുന്നില്ല. നിങ്ങൾ അവകാശപ്പെടുന്ന ദൈവം ഉണ്ടെന്ന് പറയുന്ന ദൈവമല്ല പ്രിയമുള്ളവർ. നിങ്ങളുടെ കൂടെ യഥാർത്ഥ സത്യദൈവം ഉണ്ടാകുകയാണെങ്കിൽ പ്രിയമുള്ളവർ, അതിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ ഇതാ എൻ്റെ വചനത്തിൻ്റെ സാക്ഷികളാകും, നിങ്ങൾ പ്രഘോഷിക്കും, നിങ്ങൾ സാത്താനെ ചവിട്ടിമതിക്കും, പിശാചുകളെ ബഹിഷ്കരിക്കും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു പിശാച് കയറിയിരിക്കുകയാണ്, വെറുപ്പിൻ്റെ പിശാച് കയറിയിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ കണ്ടാൽ മിണ്ടുന്നില്ല. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിലോ ഈ പിശാചിനെ നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. എങ്ങനെ കീഴടക്കും? നിങ്ങൾ ഭാര്യയോട് പറയും, എടി എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, അതുകൊണ്ട് നീ അതങ്ങ് ക്ഷമിക്കുക. ഉടനെ പറയും, എൻ്റെ ഭർത്താവ് എന്നാലും പറഞ്ഞതല്ല, ഞാനങ്ങ് ക്ഷമിച്ചേക്കാം എന്നങ്ങ് വിചാരിക്കും. ഇതിപ്പോൾ എന്താണ്? 1972 മുതലുള്ള ഒരു ഫയൽ കയ്യിലിരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിച്ച് ആദ്യത്തെ കാലെടുത്ത് വെച്ചപ്പോൾ നിങ്ങളുടെ അമ്മ എന്നെ നോക്കിയത് എനിക്കിഷ്ടപ്പെട്ടില്ല. പറയുന്ന എപ്പോഴാണെന്നറിയോ? 65 വയസ്സ് കഴിഞ്ഞ്. ഇങ്ങനത്തെ ഫയലുകളുമായിട്ട് സ്ത്രീകളിരിക്കുന്നു. ഈ ഫയലിൽ നിന്ന് ഡിലീറ്റായി പോകാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? തമ്പുരാൻ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ ചില ഭർത്താക്കന്മാർക്ക്, പ്രിയമുള്ളവർ, ഭാര്യമാരുണ്ടെങ്കിലും ഇതാ അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിങ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം കൂടെ ഇല്ലാത്തതുകൊണ്ട്. പ്രിയമുള്ളവരെ, ഞാനൊരിക്കൽ ഞങ്ങൾ ഷമ്മാശനായിരിക്കുന്ന കാലത്ത് തീരുമാനം എടുക്കേണ്ട സമയമാണ്. സന്യാസിയാകുന്നോ വിവാഹം കഴിക്കുന്നു, തീരുമാനം എടുക്കേണ്ട സമയമായി. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. 7 പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ അവിവാഹിത പട്ടക്കാരനായി തീരാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടി ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ടാണ്. ഉടനെ നമ്മൾ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ദൈവത്തിന് വേണ്ടി ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്, തുണി തേക്കാനും തുണി അലക്കാനും ഭയങ്കര പാടാണ്, അതുകൊണ്ട് കല്യാണം കഴിച്ചാലോ എന്നങ്ങ് വിചാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചത് സത്യത്തിൽ അതുകൊണ്ടാണ്. ഈ തുണി അലക്കാനും തുണി തേക്കാനും വലിയ പാടാണ്. കാരണം എന്താ? സാരിക്കൊക്കെ എന്നാ നീള, കുപ്പായൊക്കെ ആണെങ്കിൽ ഇത്ര നീളമില്ല, 6 അടിക്കുള്ള താഴെയുള്ള ഇടപാടെല്ലാം ഉള്ളു. ഇത് സംഗതി പോയി. അപ്പം ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിൽ വചനം അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരസ്ഥിയാണ്, ഒരു മാംസമാണ്, ഒന്നാണ്. അതുകൊണ്ട്
ഭാര്യയുടെ വസ്ത്രം ഭർത്താവിൻ്റെ വസ്ത്രം, ഭർത്താവിൻ്റെ വസ്ത്രം ഭാര്യയുടെ വസ്ത്രം. അപ്പോൾ വചനം ആഴത്തിലെങ്ങാനും പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ തുണി അലക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിത് വേണം. പല ആളുകളും തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണ് കുടുംബജീവിതം നയിക്കാനായിട്ട് പോകുന്നത്. സെക്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമുള്ളൊരു സംവിധാനമേ അല്ല കുടുംബജീവിതം. ആയിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഈ മേഖലയിൽ പാപത്തിൽ വീഴുന്നവർ അവിവാഹിതരേക്കാൾ കൂടുതൽ വിവാഹിതരാണ്. ഇതൊരു പൈശാചിക ബന്ധനമാണ്. അപ്പോൾ ദൈവം കൂടെ ഇല്ലാത്തതിൻ്റെ അടയാളങ്ങളാണ് ഇതെല്ലാം. വഴിതെറ്റിപ്പോകുന്നതും കുടുംബജീവിതം നശിക്കുന്നതും അവിഹിത ബന്ധങ്ങളും പ്രേമബന്ധങ്ങളുമെല്ലാം ഒരു പൈശാചിക പീഡയാണ്. അതും ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലൈംഗികത ദൈവത്തിൻ്റെ പരിശുദ്ധമായ ദാനമാണ്. എന്തിനു വേണ്ടി? ഭൂമിയിലെ ദൈവത്തിൻ്റെ ജീവൻ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ്റെ മേൽ ഭക്ഷിച്ച പരിശുദ്ധമായ ദാനമാണ് ലൈംഗികത. അതിനെ പരിശുദ്ധമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്ന് മനുഷ്യന് പലതും നിയന്ത്രണ വിധേയമാകുന്നില്ല. പാപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ലൈംഗികതയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വിപരീത വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതിന് കാരണം ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തതാണ്. ദൈവം നമ്മുടെ കൂടെയില്ല എന്നതിൻ്റെ അടയാളങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടെ വരണം. അതിനൊന്നാമത്തെ മാർഗം ദൈവത്തിൻ്റെ വചനം പാലിക്കുക. ദൈവത്തിൻ്റെ വചനം പാലിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയപ്പോൾ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന്, ഇതാ ജീവവൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് പറിച്ച് തിന്നാം, തിന്നാൽ നീ ജീവിക്കും. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ പറിച്ച് തിന്നരുത്, തിന്നാൽ നീ മരിക്കും. ഞാൻ രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. സത്യത്തിൽ എന്താ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ? നമ്മൾ മാമോദീസ മുങ്ങുന്ന സമയത്ത്, പ്രിയമുള്ളവരെ, മാമോദീസ കഴിയുമ്പോൾ അച്ഛൻ മദ്ബഹായ്ക്കകത്തോട്ട് കയറിപ്പോയിട്ട് തിരിച്ചിറങ്ങി വരും. എന്തുവായിട്ടാണ് വരുന്നത്? വിശുദ്ധ കുർബാനയായിട്ടാണ്. അപ്പോൾ കപ്പ്യാർ ഒരു പാട്ട് പാടും. സാധാരണയായിട്ട് കപ്പ്യാർ ഇത്തരം പാട്ടുകൾ പാടിയാൽ കപ്പ്യാർക്ക് പോലും തിരികെയല്ലെന്നാണ് പാടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ പാടുന്ന പാട്ട് ഇതാണ്: പറുദീസയിലാദാം രുചിനോ കാത്തഫലം സാമോദം വയ്ക്കും നീനാ നിൻവായിൽ. പറുദീസയിൽ ആദാം രുചി നോക്കാൻ മറന്നുപോയ ഒരു ഫലമുണ്ട്. അതാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം. അതിപ്പോൾ തരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? വിശുദ്ധ കുർബാന. എന്താണ് വിശുദ്ധ കുർബാന? മാംസം ധരിച്ച ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ കുർബാന. മാംസം ധരിച്ച ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ കുർബാന. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, മാംസം ധരിച്ച വചനമാണ് വിശുദ്ധ കുർബാനയെങ്കിൽ ഈ ഫലം പുറപ്പെട്ട ഭൂമിയിലെ മരമേതാ? ഏത് മരത്തേന്നാണ് ഈ സാധനം പുറപ്പെട്ടു വന്നത്? കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു. ആ മാംസരക്തങ്ങളല്ല നമുക്ക് പങ്കുവച്ചിരുന്നത്. കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? കന്യക മറിയാമ. ഈ ഫലം പുറപ്പെടുവിച്ച മരത്തിന് പറയുന്ന പേരാണ് ജീവവൃക്ഷം. അപ്പോൾ ഒരു പെണ്ണെങ്ങനെയാണ് ജീവവൃക്ഷമായത്? ഏദൻ തോട്ടത്തിലെ വചനമാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ മാംസമാക്കി ഭൂമിയിൽ പുറപ്പെടുവിച്ച വൃക്ഷമാണ് കന്യകമറിയാം. കന്യകമറിയാം ഏദൻ തോട്ടത്തിൽ ഇല്ലായിരുന്നു. എങ്ങനെയാണ് കന്യകമറിയാം ദൈവത്തെ പ്രസവിക്കാൻ പര്യാപ്തയായി തീർന്നത്? ഒറ്റ വാക്ക: ഇതാ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ജീവൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലായിക്കോണം. ഒരു വ്യക്തി ദൈവവചനത്തെ നോക്കി ഇതാ ദാസൻ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാന് സറണ്ടർ ചെയ്യുമ്പോൾ തമ്പുരാൻ തുറന്നു തരുന്ന ഒരു വഴിയുണ്ട്. ഇതാടാ എൻ്റെ വചനം, ഇതാണ് നീ പാലിക്കേണ്ടത്, ഇതാണ് നിൻ്റെ കൽപ്പന,
ഇതാണ് നീ തീരുമാനിക്കേണ്ടത്, ഇങ്ങനെയാണ് നീ പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയാണ് നീ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിക്ക് പറയുന്ന പേരാണ് ജീവൻ്റെ വഴി. അഥവാ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവഹിതം പാലിച്ച് ജീവിക്കുക. മനസ്സിലായോ? ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ കർത്താവ് നമുക്ക് തന്നു. ഈ ആ വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ആദാമും ഹവ്വായും കർത്താവ് പറഞ്ഞതുപോലെ ഓരോ ദിവസവും വന്ന് കർത്താവ് ഓരോ കാര്യങ്ങൾ പറയും, അതനുസരിച്ച് ആദാമും ഹവ്വായും ജീവിച്ചിരുന്നെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ വചനം പാലിച്ച് 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 ആദാമും ഹവ്വായും ആരെ പോലെ ആയേനെ? ദൈവത്തെ പോലെ ആയേനെ. കണ്ടോ? ആദാമും ഹവ്വായും വചനം പാലിച്ച് 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 ദൈവത്തെ പോലെ ആയേനെ. അങ്ങനെ അവർ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് തമ്പുരാൻ്റെ വഴിയിലൂടെ നടന്ന് 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 പോയിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടം പിന്നിടുമ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ആരായി മാറിയേനെ? ആദാമിൻ്റെ ഹവ്വായുടെ കുടുംബമായി മാറിയേനെ. മനസ്സിലായോ നിങ്ങൾക്ക്? ബൈബിൾ എന്ന് പറയുന്നത് ആദാമിൻ്റെ ഹവ്വായുടെ കുടുംബമായി മാറിയേനെ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനാകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓൾറെഡി ആദാമിനും ഹവ്വായ്ക്കും ഒരു കൊച്ചുണ്ടായാൽ ആരായിരിക്കും? യേശു കുഞ്ഞിൻ്റെ അതേ സ്വഭാവം കാണി. അതേ ഏദൻ തോട്ടം തന്നെയാണ് നിങ്ങളുടെ വീട്. അതുപോലെ തന്നെയാണ് നിങ്ങളെയും സ്ഥാപിച്ചത്. അതുപോലെ തന്നെയാണ് നിങ്ങളെ ആശീർവദിച്ചു വിട്ടത്. ഏദൻ തോട്ടത്തിൽ പാലിച്ചതുപോലെ ദൈവത്തിൻ്റെ വിലക്കപ്പെട്ട കനി തിന്നാതെ, ദൈവം വിലക്കിയ കനികൾ തിന്നാതെ, ദൈവവചനം ഒരു കുടുംബജീവിതത്തിൽ എങ്ങനെ പാലിക്കണമെന്ന് ദൈവം പറഞ്ഞതുപോലെ പാലിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങളുടെ കൊച്ച് ഇപ്പം ആരുടെ സ്വഭാവം കാണിച്ചേനെ? ആരുടെ സ്വഭാവം കാണിച്ചേനെ? യേശു കുഞ്ഞിൻ്റെ സ്വഭാവം കാണിച്ചേ. ഇപ്പം ആരുടെ സ്വഭാവം കാണിക്കുന്നത്? അതറിയാനാണ് ഇവിടെ വന്നത്. ഈ കൊച്ച് പല സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട്. ഇതാരുടെ സ്വഭാവം എന്നറിയാൻ മേല. കുട്ടിപ്പിശാചാണോ, മറുതായാണോ, രക്തരക്ഷസാണോ, എന്താണെന്ന് അറിയാൻ മേല. ഓരോ ദിവസവും ഓരോ സ്വഭാവമാണ്. ചിലപ്പം നല്ല സ്വഭാവം. അന്നേരം അമ്മ പറയും ഇത് ഞങ്ങളുടെ വീട്ടുകാരുടെ സ്വഭാവം. പിറ്റേ ദിവസം അവൻ പിച്ചാത്തിയെടുത്ത് അമ്മയ്ക്കിട്ട് കുത്താൻ ചെല്ലും. ഉടനെ പറയും അത് ഭർത്താവിൻ്റെ വല്യപ്പൻ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. കണ്ടില്ലേ പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസ്വഭാവമുള്ള കുഞ്ഞായി മാറണമെങ്കിൽ കുടുംബം അഭിഷേകമുള്ള കുടുംബമാകണം. ഈ അടുത്ത കാലത്ത് പ്രിയമുള്ളവർ, 2 കുട്ടികളെയുമായി ഒരമ്മ എന്നെ കാണാം. അവരെ വിളിച്ചു കയറ്റിയ ഉടനെ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ മോനെയും മോളെയും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. മോൻ ഓൾറെഡി തന്നെ ഇവിടുന്ന് പുറപ്പെട്ടു പോയി. അവൻ ആരോടും പറയാതെ പോയി. അവൻ പറഞ്ഞു പ്രാർത്ഥിക്കാനാണ് നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ പോരാ, ഇനിയിപ്പോൾ ഈ പള്ളിയിൽ നിന്നാണ് ഒന്ന് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞ് അവൻ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് ആരെങ്കിലും പുറകെ പോയോ? ഇല്ല, അവനിതിൽ ഇരുട്ടത്തോടെ നടന്നങ്ങ് പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അവന് തന്നെ വീട്ടിൽ പോകാൻ അറിയോ? അതും അറിയാൻ മേല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, പെങ്കൊച്ചിനെ എൻ്റെ കൂട്ടിൽ കൊണ്ടുവന്നു. 13 വയസ്സ്. എന്നിട്ട് ഒരു നിഷ്കളങ്കയായ പെണ്ണ്, മുഖത്തോട്ട് നോക്കിയ നിഷ്കളങ്ക, എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഡെറ്റോൾ എടുത്ത് കുടിച്ചു, ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഞാൻ ചോദിച്ച കാര്യം എന്താ? ചുമ്മാ ഒന്ന് വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. അവൾ അന്നേരം ഡെറ്റോൾ എടുത്തടിച്ച്. ഞാൻ വിചാരിച്ചു അകമൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടിയായിരിക്കുമെന്ന്, കീടങ്ങളൊക്കെ ഒന്ന് പോകും. ഐസിയുലായിരുന്നു. ഒരാഴ്ച കിടന്നിട്ട് ഇപ്പോൾ വരിക. മൂത്ത ചെറുക്കം പറഞ്ഞാൽ അനുസരിക്കുകയില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഇപ്പം കണ്ടില്ലേ, പള്ളി വന്നപ്പോൾ ഇറങ്ങിപ്പോയി. മുതുപിശാച് അവൻ്റെ തലയിൽ. ഞങ്ങളിപ്പം കാണാം പിതാവിനെ കണ്ട് തലയിൽ വെക്കുമ്പം പിശാച് ഇറങ്ങിപ്പോകുമല്ലോ. അതിന് അവസരം വന്ന്, പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള പിശാച് എന്ത് ചെയ്തില്ല? തലേ കൈവെക്കാൻ. അതിനു മുമ്പേ പിതാവിനെ കളിപ്പിച്ചിട്ട് പിശാച് പോയി. ഇപ്പം എൻ്റെ കുഴപ്പമായി. പ്രിയമുള്ളവർ, ഞാൻ അവരോട് സംസാരിച്ചു. കുറേയേറെ നേരം സംസാരിച്ചു. അവരുടെ ജീവിതത്തിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കാണിച്ചു തന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ 2 കുട്ടികളല്ലാതെ മൂന്നാമതൊരു കുട്ടിയും കൂടെ നിങ്ങൾക്കുണ്ടായിരുന്നോ? അന്നേരം പറഞ്ഞു, ശരിയാണ്, ഒരു കുഞ്ഞിനെ ഞങ്ങൾ അബോർഷൻ ചെയ്തു കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാതൃത്വം എന്ന് പറയുന്ന ഒരു പ്രത്യേക കൃപയാണ്, ഒരു കൃപയാണ്. പ്രിയമുള്ളവർ, ഒരമ്മയെ ഒരു കുഞ്ഞ്
ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക കൃപ കൊണ്ടാണ്. അതെല്ലാത്തിനും കാണാൻ സാധിക്കും. ആനക്കുട്ടി ആനയെ സ്നേഹിക്കും, പൂച്ചക്കുട്ടി പൂച്ചയെ സ്നേഹിക്കും, പട്ടിക്കുഞ്ഞ് പട്ടിയെ സ്നേഹിക്കുന്നു. അതുപോലെ ഏത് കുഞ്ഞുങ്ങളും അതിൻ്റെ തള്ളയോടൊരു അറ്റാച്ച്മെൻറ്റ് കാണും. അതെന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സിസ്റ്റവും കൃപയാണ്. അത് മനുഷ്യർക്കുമുണ്ട്, മൃഗങ്ങൾക്കുമുണ്ട്. മനുഷ്യനും മൃഗത്തിനുമൊക്കെ ഈ കഴിവുണ്ട്. എൻ്റെ കുഞ്ഞിനെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ആ കുഞ്ഞിനെ തിരിച്ച് അമ്മയെ സ്നേഹിക്കാനും അമ്മയ്ക്ക് കുഞ്ഞിനെ സ്നേഹിക്കാനും പറ്റും. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എത്ര കുറവുള്ള കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ അഗാധമായി സ്നേഹിക്കാൻ ആ അമ്മയെക്കൊണ്ട് സാധിക്കും. ഒരിക്കൽ പ്രിയമുള്ളവരെ, പ്രസവത്തോടുകൂടി ഒരു കുഞ്ഞിന് മലദ്വാരമില്ല, വേറെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട് ആ കൊച്ചിന്. ഡോക്ടർമാർ പറഞ്ഞത് ഈ കുഞ്ഞ് 3 മാസത്തിനുള്ളിൽ മരിച്ചു പോകും. അപ്പോൾ അവരെന്നെ വിളിച്ചു. എന്തിനാ വിളിച്ചെന്നറിയോ? മാമോദിസ നടത്താനായിട്ട്. ഞാൻ 3 മാസം മരിക്കാനുള്ള കൊച്ചിന് മാമോദിസ നടത്താൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ കൊച്ച് ജീവിക്കും, ഈ കൊച്ച് ജീവിക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഈ കൊച്ച് മരിക്കും, ജീവിക്കരുത്. കാരണം എന്താണ്? ഇങ്ങനെ ഒരു കൊച്ച് ജീവിച്ചാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അവസാനം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെമ്മാച്ചോട് പറഞ്ഞു, മനസ്സ് പറയുന്നത് ഈ കൊച്ച് ജീവിക്കുമെന്ന്, എന്തായാലും നമുക്ക് തൈലാഭിഷേകം കൊടുക്കാം. ഞാനവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഡോക്ടർമാർ പറഞ്ഞു കൊച്ചിന് മുലപ്പാൽ കൊടുക്കരുത്. മുലപ്പാൽ കൊടുത്തു കഴിയുമ്പോൾ അമ്മയും കുഞ്ഞും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഭേദ്യ സ്നേഹബന്ധത്തിലാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചു മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു മാനസിക നിലയിൽ തകരാറ് വരാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊച്ചിന് പാൽ കൊടുക്കരുത്. പക്ഷേ ആ അമ്മ കുഞ്ഞിന് ആ പാല് നിഷേധിച്ചില്ല, കൊടുത്തുകൊണ്ടേയിരുന്നു. എന്ത് സംഭവിച്ചെന്നറിയോ? കൊച്ച് സൗഖ്യം പ്രാപിച്ച് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന കൊച്ച. ചില വൈകല്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചിന്, പക്ഷേ കുഞ്ഞിപ്പോഴും നടക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് ആ വീട്ടിൽ ചെന്നപ്പോൾ ആ കൊച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും കുരിശ് വരയ്ക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് കാലിനൊക്കെ ചില ബലക്കുറവുണ്ടെങ്കിലും നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് അത് ജീവിക്കുന്നു. കണ്ടോ? അപ്പോൾ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഇതാണ്. ദൈവിക സൗഖ്യം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും, കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനൊരു സൗഖ്യമുണ്ട്. അപ്പം ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, ഇതാ മാതൃത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവം നൽകിയ ദാനമാണ്. ആ ദൈവിക കൃപ നിങ്ങളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കൊച്ചിന് നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനും നിങ്ങളുടെ മാറിൽ ചാരിക്കിടക്കുമ്പോൾ സ്നേഹം അനുഭവിക്കാനും ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം നിങ്ങളുടെ മേൽ നൽകാനും സാധിക്കുന്നത് കൃപയാണ്. ആ കൃപ പോയാൽ അമ്മയുടെ കഴുത്തിന് മോൻ കുത്തി ഭിത്തിയിൽ ഇങ്ങനെ പിടിക്കും. അമ്മ അക്കേപ്പി നോക്കിൻ്റെ കിടന്ന് കാറും, മകനൊരു ഒന്നും തോന്നുകയില്ല. മറ്റേതോ അമ്മയോടൊരു കടുത്ത വാക്ക് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും വേദനയായിരിക്കും, എന്നും അത് വേദനയായിട്ട് കിടക്കും. പല കുഞ്ഞുങ്ങളും അമ്മ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ വരാറുണ്ട്. എന്നിട്ട് പറയും, വേണ്ട രീതിയിൽ നോക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഒത്തിരി നോക്കി പക്ഷേ പറ്റിയില്ല. സത്യത്തിൽ സ്നേഹിക്കേണ്ട രീതി സ്നേഹിക്കാൻ പറ്റിയില്ല. ഇത്തരം വേദനകൾ പലപ്പോഴും പലരും ഷെയർ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്നറിയോ? കൃപയാണത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാ ദൈവം തന്നൊരു കുഞ്ഞിനെ ഒരമ്മ വധിച്ചത് വഴി സംഭവിക്കുന്നത് മാതൃത്വം എന്ന് പറയുന്ന ദൈവകൃപ നിങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൊച്ചിന് നിങ്ങളെ നോക്കുമ്പോൾ അനുസരിക്കാനും തോന്നുകയില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കാനും തോന്നുകയില്ല, എതിർ ചിന്തകൾ നിങ്ങൾ വരുന്നത്. അനുസരണക്കേട് ഇതുകൊണ്ടാണ്. ആ കൃപ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയോ? പൊട്ടിക്കരഞ്ഞ്. ഞാൻ അബോർഷൻ എന്ന മാരക പാപത്തിൻ്റെ ദുരന്തഫലങ്ങൾ അവരെ പഠിച്ചു പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ ജീവനാണ് പകുത്തൊരു കുഞ്ഞിന് നൽകുന്നത്. ആ ജീവനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് ഈ കുഞ്ഞ് വരിക. ഒരു ആത്മാവിന് പിതാവിൻ്റെ തിരുസന്നിധിയിൽ തിരിച്ചെത്തേണ്ടതാണ്. ഈ ഭൂമിയിൽ വെച്ച് വിശുദ്ധ കുർബാന, കുമ്പസാരം, അതുപോലെ ദൈവികമായ പുണ്യങ്ങൾ, ഇതെല്ലാം ചെയ്ത് പുണ്യങ്ങൾ നേടി തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ എത്തേണ്ടതാണ്. അതെല്ലാം നിഷേധിച്ചത് അപ്പനും അമ്മയാണ്. അതുകൊണ്ട് ആണ് നിങ്ങൾക്കിങ്ങനെ. ആ സ്ത്രീ പശ്ചാത്തപിച്ചു, മാപ്പ് ചോദിച്ചു. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം സംഭവിച്ചെന്താണെന്നറിയോ? ഈ കുഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, ഈ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, മമ്മി, ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല, ക്ഷമിക്കണം. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇത്ര പ്രശ്നക്കാരായ പിള്ളേരെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ വളരെ അനുസരണയോടുകൂടി എൻ്റെ മുമ്പിലിരുന്ന്
അവർ തിരുവചനങ്ങൾ സ്വീകരിച്ചു. എപ്പോഴാണ് ഈ കൃപ കിട്ടിയത്? മാതൃത്വത്തെ സംബന്ധിച്ച് വന്ന പിഴവ് തിരുത്തി കഴിഞ്ഞപ്പോൾ ആ അഭിഷേക അമ്മയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ കൊച്ചനുസരിക്കാൻ തുടങ്ങി. പിടികിട്ടിയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കൃപകളുണ്ട്. നിങ്ങൾ ഭർത്താവിനെ കാണുമ്പോൾ ദൈവം എന്ന് തോന്നണമെങ്കിൽ ഭാര്യയുടെ മേൽ എന്ത് വേണം? കൃപ വേണം. ആ കൃപ ഭാര്യയിൽ ഉണ്ടാവണമെങ്കിൽ ഭർത്താവ് എങ്ങനെ ജീവിക്കണമെന്നറിയോ? യൗസേപ്പ് പുണ്യാളനെ പോലെ ജീവിക്കണം, വിശുദ്ധിയിൽ. വിശുദ്ധ ജീവിതം നയിക്കുന്ന ഭർത്താവാണെങ്കിൽ പ്രിയമുള്ളവരെ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പം ദൈവത്തെ കാണുന്നത് പോലെയുള്ള ഭയം ഉണ്ടാകും. ഇപ്പോഴോ നമ്മളെ താൻ പോടെ കൊടുക്കും, വേറെ കാര്യം വല്ല. എന്താണെന്നറിയോ? കൃപയില്ല നിങ്ങൾക്ക് ദൈവകൃപയില്ല. അത് തന്നെ കാര്യം. ദൈവകൃപയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഭാര്യയ്ക്ക് നിങ്ങളിൽ ചിന്തിക്കാൻ പറ്റാത്ത ആദരവുണ്ട്. ഇനി ഭാര്യയ്ക്ക് കൃപയുണ്ടെങ്കിലോ പ്രിയമുള്ളവരെ, ഭർത്താവ് ഭാര്യയെ പേടിക്കും. അവളുടെ മുമ്പിൽ പാപം ചെയ്യാൻ ഭയപ്പെടും. പാപം ചെയ്തിട്ട് ഭാര്യയുടെ മുമ്പിൽ നിൽക്കാൻ ഭർത്താവ് ഭയപ്പെടും, ഞെട്ടും. കൃപയുണ്ടെങ്കിൽ സാധിക്കും.